ചിത്രേ ചിത്ര ഈ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ വിശ്വാസമുണ്ട്, രഞ്ജിത്ത് അറസ്റ്റ് ആയല്ലോ. തീർച്ചയായും ഇതിന് മുമ്പുള്ള 2 ലൈംഗിക ആരോപണ പരാതികളും നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞിട്ട് തന്റെ പുതിയ സിനിമയുടെ അണിയറയിലായിരുന്നു രഞ്ജിത്ത്. അപ്പോൾ കൊച്ചിയിലാണ് ഷൂട്ടൊക്കെ നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഒരു ക്യാമിയ റോളിൽ മമ്മൂക്കിയൊക്കെ വരുന്ന സിനിമയാണ് രഞ്ജിത്ത് ഇപ്പൊ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ക്യാരവാനിലെ പീഡനം അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സംവിധായകനും ഈ നായകന്മാർക്കൊക്കെ ക്യാരവാനുകളുണ്ടല്ലോ. അപ്പൊ അടുത്ത സീൻ പറഞ്ഞു തരാമെന്ന വ്യാജേന വിളിച്ചു വരുത്തി മാനഭംഗപ്പെടുത്തുകയാണ് രഞ്ജിത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കഴിഞ്ഞ പരാതികൾ പോലെയൊന്നും അല്ല, കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊഴി ശക്തമാണ്. അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുകയാണ്. ശരിക്കും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഒരു സുരക്ഷിതത്വം നമുക്ക് പറയാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരെ തളച്ചിടാനായിട്ട് സിനിമയിൽ ഇപ്പോഴും ഒരു സംരക്ഷണ വലയങ്ങളുണ്ട്. താരരാജാക്കന്മാർ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി ആദ്യം പരാതി കൊടുത്തത് അമ്മയിലായിരുന്നു. സിനിമാ സംഘടനയോട് ഇത് അറിയിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉള്ള സെറ്റിന്റെ അകത്താണ് ഈ കുട്ടിക്ക് മാനഭംഗം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുത്ത സമയത്ത് അവരാ പരാതി സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് ഇപ്പൊ DGPക്ക് ഈ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് വളരെ എന്താ പറയാ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ആളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഏൽക്കുമ്പോ ഇത് മൊത്തത്തിൽ ഏൽക്കുന്നത് ആ ഒരു മേഖലയെ തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കാണെങ്കിലും ഇതത്ര സേഫ് അല്ല എന്നുള്ള രീതിയിലേക്ക് അറിയാനായിട്ടാണ് സാധിക്കാൻ പറ്റുക. കാരണം ആര് കേട്ടാലും ഇത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും സിനിമ ഫുൾ ഇങ്ങനെയാണ്. പക്ഷെ നല്ല ആൾക്കാരും അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കില്ല. ഇതൊക്കെ ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കാരണം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലാത്ത, പക്ഷെ ആൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോർമലായിട്ട് തിങ്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവില്ല, ഒരു പെണ്ണിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ, അവരുടെ സമ്മതം ഇല്ലാണ്ട് കയറി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന് ബുദ്ധിമുട്ടാകും എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇതിനകത്തിലൊരു വിഷയം, പുള്ളി ഈ പിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമാ മേഖലയിലെ മെയിൻ ആൾക്കാരെയൊന്നുമല്ല. ആദ്യത്തെ കേസ് ഒന്ന് ആലോചിച്ചു രഞ്ജിത്തിന്റെ. ഈ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം, ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ബംഗാളി നടി വരുന്ന സമയത്താണ് പുള്ളി ആദ്യം ഈ ഒരു പരിപാടി കാണിച്ചത്. രണ്ടാമത് ഒരു പുരുഷനായിരുന്നു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാള് റൂമിലേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കി, അതെല്ലാരും കൂടി നമ്മൾ ചിരിച്ചു തള്ളി. അതായിരുന്നു രണ്ടാമത് വന്നത്. ഇത് രണ്ടും തള്ളിക്കളഞ്ഞു. പുള്ളിയെ ആകെ ചെയ്തിട്ടുള്ളത് ചലച്ചിത്ര അക്കാദമി തലപ്പത്തൊന്നും മാറ്റുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് രഞ്ജിത്തിന്റെ പേരൊന്നും വന്നില്ല. അതിനുശേഷം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു കൊച്ചിയിൽ. അതിലൊരു മെഗാസ്റ്റാർ ഒക്കെ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ്. ആ സിനിമ ചിത്രീകരണത്തിന്റെ സെറ്റിൽ പുതുമുഖങ്ങൾക്ക് അതിന്റെ റോൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പുതുമുഖത്തിന്റെ അടുത്താണ് പുള്ളി കാണിച്ചിട്ടുള്ളത്. അല്ലാതെ പ്രധാനപ്പെട്ട ഒരു നടിയുടെ അടുത്തും അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടും, ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും, അങ്ങനെ ഒരാളുടെ അടുത്തല്ല പുള്ളി ഇത് കാണിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇദ്ദേഹം ഇതിന് ഒരു വാഗ്വാദം ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞിട്ടുള്ളത് അഭിനയം പോരാത്തത് കൊണ്ട്, മാറ്റിയത് കൊണ്ട് പെൺകുട്ടി പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ളത്. ഇത് ഇവർക്കൊക്കെ അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു ഉളുപ്പില്ലേ എന്നുള്ളതാണ്. ഈ ആളുകളൊക്കെ ഇങ്ങനെ ഇപ്പൊ അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അത് പോകണം. ഇല്ലാണ്ട് ഇത് പോകണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകണം. ഇപ്പൊ രഞ്ജിത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അതുമായിട്ട് സഹകരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്തോ പുരുഷന്മാരുടെ അടുത്തോ സമീപിക്കുക അതിനു വേണ്ടിയിട്ട്. അത് ഇല്ലാതെ നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞ പോലാണോ? അപ്പൊ അത് വേറെ. ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിയുടെ ഈ വിഷയത്തിൽ ആകെ പരാതി ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീകളും ഗണേഷ് കുമാറിനെതിരെ പരാതി കൊടുത്തിട്ടില്ല. എല്ലാവരും പ്രണയമൊക്കെ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റുകൾ ആയിരിക്കുമല്ലോ, അത് അങ്ങനത്തെ വിഷയമില്ല. പക്ഷെ രഞ്ജിത്ത് ചെയ്യുന്നത് നേരെ തിരിച്ച് അങ്ങോട്ട് പോയി അങ്ങ് സെക്ഷനുകളൊക്കെ ഒന്ന് കേൾക്കണം. ബലാത്സംഗം, മാനഭംഗം, അതേപോലെ ലൈംഗിക ആംഗ്യം കാണിക്കൽ. ഇതൊക്കെ പറയുമ്പോഴേക്ക് ഇവർക്കൊക്കെ ഇത് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ നേരത്തെ ചോദിച്ച പോലെ ഭാര്യയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞ് അതൊരു കുഴപ്പം തന്നെയാണ്. അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ കെട്ടാൻ നിൽക്കരുത്. ആദ്യം തന്നെ അവര് തന്നെ ആദ്യത്തെ ഒരു കല്യാണം പാളിപ്പോയപ്പോ തന്നെ വിചാരിക്കേണ്ടതാണ്, എനിക്ക് ഈ കല്യാണം ഒന്നും എനിക്ക് പറ്റിയ പണിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ആളുകളെ ആയിട്ട് സെക്സ് ചെയ്ത് നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തേക്ക് പോവാന്നുള്ളത്. ഈ രഞ്ജിത്തിന്റെ കാര്യം ചോദിച്ചാലും അത് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ആൾക്ക് ഇതായിരിക്കും ഒരു ഫാന്റസി എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്. ഇപ്പം
ഉഭയസമ്മത പ്രകാരം ഒരു ഒരു ഫിസിക്കൽ ഒരു സംഭവമൊന്നും ആൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ആൾക്ക് ഇങ്ങനെ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ ആൾക്ക് ഇങ്ങനെ എന്താ പറയാ നിങ്ങൾ എനിക്ക് വഴി തരണം, അതൊരു ഫാന്റസി ആയിട്ടുള്ള നമ്പ്യാരുടെയൊക്കെ രീതിയിലേക്ക് പോകുന്ന രീതിയാണോ? അതായിരിക്കും, അവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അയാളെ പോലെ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു സംവിധായകൻ, അത്രയും നല്ലൊരു എഴുത്തുകാരൻ, ആ ഒരാള് എന്താ പറയാ അയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ആള് നോർമലായിട്ട് ചിന്തിക്കുകയാണോ അല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ കൺഫ്യൂഷൻ വരുന്നില്ലേ? അതായത് നമുക്ക് ഇപ്പൊ ആതിര എന്റെ അടുത്ത് ഇരിക്കുന്നു, ആതിര ഒരു എന്താ പറയാ ആതിരക്ക് എന്റെ അടുത്ത് ഒരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആതിര എന്താ ചെയ്യാ? ആതിര എന്റെ അടുത്ത് കൺസെന്റ് ചോദിക്കും, നമ്മൾ സംസാരിക്കും, ഇതല്ലേ നടക്കുക. ഇല്ലാണ്ട് ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലേസിലോ അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തിയിട്ടോ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ വാടി വേദക്കാരി ജാനു എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെയുള്ള മൈൻഡുള്ള ആൾക്കാരുടെ എന്ന് പറയുന്നത് ഞാനൊരു വികാര ജീവിയാണ്. അതും പ്രത്യേകമായിട്ട് ചിലരോട് മാത്രം. ഈ ഒരു പബ്ലിക് ഫേസിലേക്ക് വരുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഈ കുട്ടിയുടെ വിഷയം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് പുതുമുഖമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുതുമുഖങ്ങളെ സംബന്ധിച്ച് ഇയാളൊരു തലതൊട്ടപ്പം തന്നെയാണ്. സിനിമ മേഖലയിലെ ഒരു വമ്പൻ തന്നെയാണ്, ഒരു വമ്പനാണ്, അത്രയും സീനിയോറിറ്റി ഉള്ള ആളാണ്, താരരാജാക്കന്മാരുടെ അടുത്ത പരിചയമുള്ള. അതുകൊണ്ട് തന്നെയാണല്ലോ പരാതി കൊണ്ട് കൊടുത്തിട്ട് സ്വീകരിക്കാതിരുന്നത്. ഇനി അമ്മയിൽ സ്ത്രീകൾ വന്നു കഴിഞ്ഞാലും ശരി അവിടെ ഒരു നിലനിൽപ്പ്. ഇപ്പോഴാണ് ഈ WCCയോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നത്. ഇവര് കാണിക്കാൻ വേണ്ടി മാത്രമാണോ സ്ത്രീകളെ അവിടെ പിടിച്ച് നിർത്തിയെന്നൊക്കെ. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം ആതിര. ഇപ്പം എവിടെയാണെന്നുണ്ടെങ്കിലും ഈ പരാതികളൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നടപടി എടുക്കാൻ പറ്റുന്ന ആൾക്കാര് നമ്മുടെ തലപ്പത്ത് ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനത്തെ ഉള്ള വൃത്തികെട്ട പരിപാടികൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയല്ല എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള പരിപാടികൾ കുട്ടീനെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്കൊക്കെ പറയാൻ കാരണമുണ്ടല്ലോ. കുട്ടി അഭിനയിച്ചില്ല, അതുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കി പറയുന്നു. സ്ത്രീകൾക്കെതിരെ ഉന്നയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ലൂപ്പ് ഹോളാണ് ശരിക്കും പറഞ്ഞാൽ. അവര് വേറെ എന്തോ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് അവർക്ക് നമ്മുടെ അടുത്ത് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഭിനയിച്ചില്ല മര്യാദക്ക്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചതാണ് എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് ഊരിപ്പോരാൻ പറ്റും. അതൊക്കെ വിശ്വസിക്കാനായിട്ട് കുറെ എന്താ പറയാ കുറെ വിവരം കെട്ട ആൾക്കാരും ഉണ്ടാവും. ചിലത് ജെനുവൻ ആയിരിക്കും, ചിലത് ജെനുവൻ അല്ലാത്തതും ഉണ്ടാവും. വൈരാഗ്യ ബുദ്ധിയോടുകൂടി പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ ചെയ്തിട്ടുള്ള ഓരോ പരിപാടികളും നമുക്കൊക്കെ വിനയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു വാക്ക് മിണ്ടാൻ പറ്റാത്ത കേസിനകത്തിൽ ആ പേഴ്സണൽ ഗ്രഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തലയ്ക്കകത്തോ ഒന്നും ഇല്ലേന്ന് ചോദിക്കേണ്ടി വരും. കാരണം ഇത് പുതുമുഖ നടിയാണ്, അല്ലാതെ ഈ രഞ്ജിത്തിനോട് പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു സിനിമയിൽ അങ്ങ് ഫെയിം ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇനി ഒരാൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചൊരു സ്ത്രീ നാളെ അവരെ വേറൊരാള് വിളിക്കോ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും വിളിക്കില്ല. അപ്പൊ അത്രയും ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു പെണ്ണ് ഇറങ്ങി തിരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെന്തിനോ വേണ്ടിയിട്ടോ അല്ല. കാരണം അവർക്ക് ഒരു അംബീഷനോട് കൂടി ആ ഒരു സിനിമാ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അത്രയും മോശമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ നിങ്ങൾ എന്തൊരു വിവരം കെട്ട ആൾക്കാരാണ്. അല്ലെ, രഞ്ജിത്തിന്റെ ഈ സിനിമകളൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ പുള്ളിക്ക് എന്തായാലും ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പ്രശ്നമൊന്നും അല്ല. ഇത് ആദ്യത്തെ കേസൊക്കെ നേരത്തെ റിപ്പോർട്ട് ഈ പാലേരി മാണിക്കൊക്കെ എത്ര കൊല്ലം മുമ്പുള്ള സിനിമയാണ്, അന്ന് തൊട്ടേ ഈ പുള്ളിക്ക് ഈ വിഷയം ഉള്ളതാണ്. അപ്പൊ ഇത്രയും കാലയളവിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമകളെ ആലോചിക്കുമ്പോഴാണ് അതിനകത്തിലെ സ്ത്രീകള് പുരുഷന്മാരും സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? പൊതുവെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളൊന്നും പുറത്തേക്ക് വരില്ല. കാരണം ആരോട് പറയാനാണ്? അമ്മയിൽ പോയി പറയാൻ പറ്റും, സിനിമാ സംഘടനയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംഘടനയിൽ രഞ്ജിത്തിനോട് പ്രിയമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് മുഴുവൻ. ആ ആൾക്കാർ ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരാൾക്കെതിരെ ഒരു പരാതി സെറ്റിൽമെന്റ് ആണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടി കുറെ നാളായിട്ട് ട്രോമയിലായിരുന്നു എന്ന് പറയുന്നത്. കാരണം ചിത്രം ആലോചിച്ചു, ക്യാരവാനിലേക്ക് സീൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് കയറി വരുന്ന കൊച്ചിനെ ഒന്നും പറയുക പോലും ചെയ്യാതെ കടന്നു പിടിക്കുക. ഈ ബലാത്സംഗത്തിനും മാനഭംഗത്തിനും ഒക്കെയാണ് ഇപ്പൊ ഈ FIR ഇട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യം ചെയ്ത ഒരാള് ആ കൊച്ചു അവര് പറയുന്നുണ്ട് കൃത്യമായി അവർ അതിനുശേഷം ഭയങ്കര ട്രോമയിലേക്ക് പോയി. അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെ ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ എന്നെ കടന്നു പിടിച്ച് എന്റെ മാനം നഷ്ടപ്പെട്ടു.
അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് ധൈര്യം സംഭരിച്ചാണ് ഞാൻ സിനിമാ സംഘടനയിൽ പോയി പരാതി കൊടുത്തത്. അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലീഗലി അല്ലെങ്കിൽ പോലീസ് മുഖേന നീങ്ങുന്നത്. DGPക്ക് പരാതി കൊടുത്തത് അതുകൊണ്ടാണ്. മെഡിക്കലൊക്കെ എടുക്കുന്നുണ്ട്. ആ പെൺകുട്ടി ദേഹത്ത് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരുപാട് ഇപ്പോ ആദ്യത്തെ കർമ്മ ഞാൻ തുടക്കത്തിൽ ചോദിക്കാൻ കാരണം അന്ന് ഈ ബംഗാളി നടി അവർ പരാതി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞൊരു വിഷയം എന്താ പറയുക, കാലതാമസം. ഇത്ര വർഷം കഴിഞ്ഞ് ഹേമ കമ്മിറ്റി വന്നപ്പോഴാണോ നിങ്ങൾ പരാതി കൊടുക്കുന്നത്? എന്തുകൊണ്ട്? ഇതിനെ സപ്പോർട്ട് ചെയ്ത കുറെ നടിമാർ ഇപ്പോഴും ഉണ്ട് ശരിക്കും നമ്മുടെ രംഗത്ത്. വർഷങ്ങൾക്ക് ശേഷമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്ന് ഇദ്ദേഹത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ഇതിനെ എന്താണ് പറയുന്നത്? അവരാണ് ശരിക്കും ഇതിനെ ഇപ്പൊ ഇങ്ങനെ ഓവർകം ചെയ്തത്. പെൺകുട്ടി അഭിനയിക്കാൻ അത്ര പോരാ, അതുകൊണ്ട് പറഞ്ഞു വിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതെന്ന്. ഇതാണ് ഇപ്പൊ അവർ ഈ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ. ഈ നിലപാടുകൾ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേ നിലപാടുകൾ സ്വീകരിക്കുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സിനിമ എടുക്കുന്ന ആൾക്കാർ ഒന്നല്ലെങ്കിൽ സിനിമ എടുത്ത് വൃത്തിയായിട്ട് അത് തിയേറ്ററിൽ ഇറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം അതിലൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ ആ സിനിമയിലേക്ക് എടുക്കുക. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. കാരണം അവർക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ നല്ല ഏതെങ്കിലും ചാൻസ് കിട്ടേണ്ട ആൾക്കാരായിരിക്കും. അതും കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ സിനിമ എന്ന് പറയുന്ന സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഈ പുതുമുഖങ്ങളോടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കരിയർ തന്നെ നശിക്കും. അവർക്ക് പിന്നീട് ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ഒരു ട്രോമ എന്ന് പറയുന്നത് ചെറുതായിരിക്കണമല്ലോ. ഇപ്പൊ ചിന്മയുടെ കേസ് നമുക്കറിയാമല്ലോ. ചിന്മയ്ക്ക് എത്ര കൊല്ലമായിരുന്നു അവസരങ്ങളില്ലാതെ അവരിടുന്നത്. അതിനുശേഷം ആക്രമിച്ച ആക്കിപ്പോ എന്താ കൊടുത്തത്? ജ്ഞാനവീടും കൊടുത്തിരിക്കുന്നു. രഞ്ജിത്തിന് ജ്ഞാനവീടും ഒന്നും അല്ല കൊടുക്കേണ്ടത്, മറ്റെങ്കിലും ഓസ്കാറും എല്ലാം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതെ. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ വീക്ക് സൈഡ് എന്ന് പറയുന്നത് പെണ്ണാണ്, അല്ലെങ്കിൽ കാമം എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ഇവരുടെയൊക്കെ വീക്ക് സൈഡ് ആയിട്ടുണ്ടാവുക. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മനുഷ്യനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും ഒരു കഴിവുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നതേ ഇതാണ്. അത് അത്ര വിവരമില്ലായ്മയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അയാൾക്ക് എന്തെങ്കിലും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് എന്തോ മാനസിക രോഗമുള്ള ആൾക്കാരാണ്. അതായത് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ എല്ലാം മട്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ മാനസികമായിട്ട് ഇങ്ങനത്തെ കുറച്ച് താല്പര്യങ്ങളുള്ള ആൾക്കാർ, അതായത് പരിസരബോധമില്ലാതെ ഇങ്ങനെ കൺസെന്റ് ഇല്ലാതെ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പിന്നെയും ചെയ്ത് അവരെ മനസ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കൂ. നിങ്ങൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കൂ. നിങ്ങൾക്ക് പുറത്തു പോയി പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കൺസൾട്ട് ചെയ്യുക ആരെങ്കിലും പോയിട്ട്. ഇല്ലാണ്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവർക്കൊക്കെ ഇത് ട്രോമയായിട്ട് കിടക്കും. നിങ്ങൾക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജയിലിൽ പോയി കിടക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കി. എന്തിന്റെ ആവശ്യമില്ല. ജയിലിൽ കൊടുക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവില്ല ചിത്ര. ഇതിപ്പോ എവിടുന്നാ മൊഴി എടുക്കാൻ പോകുന്നത്? സിനിമാ സെറ്റിൽ ആരുടെ ആൾക്കാരാണ് ഉള്ളത്? രഞ്ജിത്തിന്റെ സിനിമാ സെറ്റിൽ നടന്നൊരു കാര്യത്തില് രഞ്ജിത്തിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ മൊഴികൾ വരാൻ പോകുന്നത്? ഇത്തിരി കൂടി വിവരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെറുതെ കളയാതിരിക്കുക. അത് വെച്ചാൽ രഞ്ജിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നും അയാൾ മിണ്ടുന്നില്ലല്ലോ. അയാൾ ഒന്നും മിണ്ടുന്നില്ല. ഇത് തന്നെ ആവർത്തിച്ച് വന്ന് അവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ആൾക്കാര് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കമന്ന് കുനിഞ്ഞു വീഴാൻ നിൽക്കരുത്. നിങ്ങൾ കുനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങളായിരിക്കും. ആള് പുറത്തേക്ക് വരും. ഇനി സൂക്ഷിക്കുക.